ഹലോ. അപ്പൊ ഒരുപാട് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കസിൻസ് ആയിട്ട് ഒരു ട്രിപ്പ് പോവാണേ. ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പാണ്, ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാം. നമ്മൾ ആലപ്പുഴ ഒന്ന് കറങ്ങാൻ പോവാണേ. നമ്മൾ കോടിമലയിൽ നിന്നാണ് കേട്ടോ KSRTC ബോട്ടിൽ പോണത്. നമുക്ക് 124 രൂപയാണ് യാത്രയ്ക്കായത് 6 പേർക്ക് കേട്ടോ. അപ്പൊ പോണ വഴിയിലെല്ലാം ഇങ്ങനെ ചെറിയ സ്പോട്ടുകളുണ്ട്, അവിടെയൊക്കെ നിർത്താറുണ്ട്. ഈ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മിക്ക സിനിമ ഷൂട്ടിങ്ങിലും കണ്ടിട്ടുള്ള വീടാണ്. നമ്മൾ സാധാരണ ഒരു ബോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സ്പീഡ് ബോട്ടിലായിരിക്കും, അല്ലെ ഹൗസ് ബോട്ടിലായിരിക്കും അല്ലേ. പക്ഷെ അതിലൊക്കെ ഒരുപാടധികം സന്തോഷം തരുന്നൊരു യാത്രയായിരുന്നു ഈ ഒരു KSRTC ബോട്ട് യാത്ര. നമുക്ക് ചെറിയ ചെറിയ ഇടവഴികളിലൂടെ പല പല സ്പോട്ടുകളിൽ നിർത്തി പല പല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പോകുന്നൊരു യാത്രയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ മലരിക്കൽ എക്കോ ടൂറിസം ഇല്ലേ, അവിടെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ തീരത്ത് കൂടിയാണ് പോകുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, ഇങ്ങനെ നിറയെ പരവതാനി വിരിച്ച പോലെ. പിന്നെ പോണ വഴിക്ക് ഒരുപാട് നല്ല സ്പോട്ടുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടനാടിൻ്റെ യഥാർത്ഥമായ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഫിഷിങ്ങിനായിട്ട് പോകുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെറിയ തോടിയിൽ നിന്ന് വേമ്പനാട് കായലിലേക്ക് കയറുകയാണ് കേട്ടോ. വേമ്പനാട് കായലിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ വള്ളംകളി നടക്കുന്ന ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ആ സ്പോട്ട്. നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഹൗസ് ബോട്ടുകളുടെയും സ്ട്രീറ്റ് ബോട്ടുകളുടെയും ഒക്കെ ഒരു പ്രവാഹം തന്നെയാണ് കേട്ടോ. ഞാൻ സിനിമകളിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ഷിക്കായ ബോട്ടുകൾ കണ്ടിരിക്കുന്നത്. ഈ ഷിക്കായ ബോട്ടുകളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ നമ്മൾ കിഴക്കിന്റെ വെനീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച. ഈ ഒരു ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ അവിടുത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. അത് നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് മടക്കം 9 മണിക്കുണ്ട്, പിന്നെ 2 മണിക്കൂർ ഇടവിട്ട് ആണ് ബോട്ടുകൾ പോകുന്നത്. അപ്പം നമുക്കൊരു ചെറിയ കറക്കൊക്കെ കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് തിരിച്ചു പോകാം. കോട്ടയത്ത് നിന്ന് രാവിലെ 6:15 കേട്ടോ ബോട്ട്. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു 8 മണിയോളം ആകും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണമെന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് 9:15 ബോട്ടിന് തിരിച്ചു പോകാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 11 മണിക്കും 1 മണിക്കും ഒക്കെയാണ് ബോട്ടുകൾ യാത്രയുള്ളത്. തിരിച്ച് ഞങ്ങൾ 1 മണിക്കത്തെ ബോട്ട് എടുത്താണ് വന്നത്. അപ്പം അടുത്ത വീഡിയോ കാണാം.